ഹലോ, ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ച് കറിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഒരു കുമ്പളങ്ങ വെച്ചിട്ടുള്ള ഒഴിച്ച് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നേരത്തെ തന്നെ ഒരു പകുതി പീസ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാനത് യൂസ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഇതുമാതിരി കട്ട് ചെയ്ത് എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞ് അകത്തുള്ള സീഡ്സൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നല്ല ചെറിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണേ. നമുക്ക് ഈ കുമ്പളങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി ചെറുതാക്കൊന്നും വേണ്ട, അത് നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ച് ചെറുതായിട്ടോ ഇച്ചിരി വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അല്പം സവാളയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഒരു സവാളയുടെ പകുതിയെ എടുക്കുന്നുള്ളൂ കേട്ടോ. അതും കൂടി ഇതിനോടൊപ്പം കുമ്പളങ്ങയോടൊപ്പം നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞു സവാളയും കുമ്പളങ്ങയും. ഇനി നമുക്കതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തെടുക്കാം കേട്ടോ. വാഷ് ചെയ്തിട്ട് ഞാനിത് പ്രഷർ കുക്കറിലിട്ട് വേവിക്കാനായിട്ട് മാറ്റുവാണ്. വേണമെങ്കിൽ സാധാരണ പാത്രത്തിലിട്ട് വേവിക്കാം. കുക്കറിനകത്തിട്ട് വേവിച്ചാൽ എളുപ്പത്തിൽ 1-2 വിസിൽ കൊണ്ട് നമുക്കത് വെന്ത് കിട്ടും. പാത്രത്തിൽ വെത്ത് വേവിക്കുമ്പോൾ ഒത്തിരി സമയം പിടിക്കും. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഞാനിനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാനുണ്ട് കേട്ടോ. ഈ ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നല്ല പെട്ടെന്ന് അങ്ങ് വേവും കേട്ടോ. അത് കുമ്പളങ്ങ വേവുമ്പോഴത്തേക്ക് നമുക്ക് കറിക്കുള്ള തേങ്ങാക്കൂട്ട് അരച്ചെടുക്കാം. ഒരു 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്തു. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി അല്പം ഒരു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അധികം ചേർക്കണ്ട, കാരണം നമ്മൾ കഷ്ണം വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചത് കാരണം വളരെ കുറച്ച് ചേർത്താൽ മതി. ഇനി ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട്. അല്പം പുളി ചേർക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കുക കേട്ടോ. ഇനി നമുക്കതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഈ അവിയലിനൊക്കെ അരച്ചെടുക്കുന്ന പരുവത്തിന് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. കഷണങ്ങളെല്ലാം വേവിച്ച് മാറ്റി തേങ്ങയുടെ കൂട്ടും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് കടുക് വറുക്കാം. ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടായപ്പോൾ ഞാനൊരു 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനല്പം 2 വറ്റൽമുളക് ചേർക്കുകയാണ്. അല്പം കറിവേപ്പില ചേർത്തു. 1/4 ടീസ്പൂൺ കടുകും കൂടി ചേർക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയുടെ കഷ്ണങ്ങളൊന്ന് ചേർക്കാം. അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടി ചേർക്കുവാണ്. ഇത് ഒത്തിരി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അത് നല്ല രുചിയാണത് കഴിക്കാനേ. കറി നല്ലതുമാതിരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം.
അപ്പോൾ നമ്മുടെ ഒഴിച്ച് കറി റെഡി ആയിട്ടുണ്ട്. ഇത് പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഞങ്ങളുടെ സൈഡിലൊക്കെ നമ്മളെ ഭാഗത്തൊക്കെ ഇതാണ് ഉണ്ടാക്കുന്നത്, ഈ ടൈപ്പാണ് ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് എൻ്റെ അമ്മുമ്മയൊക്കെ ഉണ്ടല്ലോ ഈ ഈ ഇതുമാതിരിയുള്ള കറിയൊക്കെ ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് രുചിയാണെന്നറിയാമോ? ആ രുചി ഇപ്പോഴും എൻ്റെ നാക്കിനകത്ത് ഇങ്ങനെ ഇരിപ്പട്ടെ. ആ ടേസ്റ്റ് ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. എന്നിട്ട് കമൻസൊക്കെ എഴുതി അയക്കണം. എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റൊരു നല്ല അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഓക്കെ, ബൈ.